ഒന്നിലും വിശ്വസിക്കരുത്. എന്തിനു വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ചോദിച്ചും അറിഞ്ഞും കൊണ്ടും പഠിച്ചും അനുഭവിച്ചു വേണം അറിയാൻ. നമുക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അതിന് ഞാൻ മരിക്കേണ്ടി വരും. മരിച്ചാൽ പക്ഷേ എനിക്ക് തിരിച്ചു വന്ന് പറയാൻ പറ്റില്ല. ഒരു ശരീരം ഇല്ലെങ്കിലും മനസ്സില്ല. ശരീരം മനസ്സ് ദേ ആർ എ കോംബോ. അതുകൊണ്ട് ശരീരവും മനസ്സും എന്നല്ല, ശരീര മനസ്സ്. ഇതിനൊരു മറുപടി പറയാൻ എനിക്കറിയാൻ പാടില്ല. മറുപടി ആവശ്യമില്ല. ഈ ശരീരവും മനസ്സും അല്ല, ഞാൻ ലൈഫാണ്. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇനിയൊരു ജന്മം അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? അല്ല, ഇനിയൊരു ജന്മം യൂഷ്വലി നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലായാൽ സ്റ്റോറി ഓവർ. പക്ഷെ ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തത് എന്താ അറിയോ? മിക്കവാറും കരയും. യു വിൽ ക്രൈ, എവറിബഡി വിൽ ക്രൈ. സാമ്യമില്ലാത്ത ആ മറ്റേ വിഭാഗം ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് ഉടനെ ഇത് എന്തോ ഒരു പ്രശ്നമാണ്, ഇത് വട്ടാണ്, ഇത് അതാണ് എന്നൊക്കെ അവർക്ക് തന്നെ പറയണം. പ്രകൃതിയുണ്ട്, പ്രകൃതി നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ആ പ്രകൃതിയിലുള്ള വികൃതികൾ മുഴുവൻ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സാണ്. ഇയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ എന്തിനു കണ്ണടച്ചത് വിശ്വസിക്കണം? ഇല്ല, ഓരോ മനുഷ്യനെ നോക്കി കാണുന്നത് എങ്ങനെയാണ്? ജീവന്റെ പല രൂപങ്ങളായിട്ട്. എന്താണ് ലെന ഇപ്പം ഞാൻ ജീവൻ ലൈഫ് എന്നതിനപ്പുറം ഇനി വരുന്ന തലമുറകൾ ലെനെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു മാറ്റം വേണം, അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സുകളൊന്നും വരാത്ത എന്താണ്? അവരെല്ലാവരും ഞാനല്ലേ. അപ്പൊ കൊള്ളാലോ. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Love and revenge. ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിലെ ലെന. അതെ. ഇപ്പം ഞാൻ ചോദിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വയസ്സുള്ള ലെനയ്ക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഡയറിക്കകത്ത് കണ്ടൊരു ഭൂപടം ലെന ഒരുപാട് ഭീതിയോടുകൂടി നോക്കിക്കണ്ടിട്ട് എന്താണ് ലോകം, എന്താണ് ഭൂമി, ആ ഒരു ഏജിൽ അങ്ങനെ ഒരാളെ അങ്ങനെ നോർമലി പിള്ളേർ ചോദിക്കില്ല. എവിടെ നിന്ന് ഇന്ന് ആ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അന്നൊട്ടേ ഈ ചോദ്യങ്ങൾക്ക് ഉള്ളിലുണ്ടാവും. ഇപ്പോഴത് 20കളിൽ ഇത് റിയലൈസ് ചെയ്തു വന്നതായിരിക്കും. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളൊരു കുട്ടി ഇത് ചെയ്തത് കൊണ്ട് ഇത് പോസിറ്റീവായിട്ട് വന്നു. അങ്ങനെ അല്ലാത്തൊരു കുട്ടി ഇതേ കാര്യം ചെയ്താൽ അത് നെഗറ്റീവായിട്ടേ വരൂ. അതുകൊണ്ടാണ് ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്, ഇത് ചെയ്യരുത്. അതിനേക്കാളും ഈ പറയുന്ന ഇവർക്കൊക്കെ ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യണം, എന്തോ ജീവിതത്തിലൊരു കുറവുള്ളത് ഇത് ചെയ്തുകൊണ്ട് അവർക്ക് എന്തോ ആഹ്ലാദം, സന്തോഷം, എന്തോ വേറെ ലോകങ്ങൾ കാണും എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ്. അത് വളരെ സേഫായിട്ട് റിയൽ ലൈഫിൽ മെഡിറ്റേറ്റീവ് ടെക്നിക്സ്, ബ്രെത്ത് വർക്ക് ടെക്നിക്സ് ഒക്കെ ചെയ്താൽ ഇവർ യൂസ് ചെയ്യുന്ന ഏതൊരു കെമിക്കലോ ഏതൊരു പ്രോഡക്റ്റിനേക്കാളും ഹയർ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രെത്ത് വർക്ക് ടെക്നിക്സ് ഉണ്ട്. ജസ്റ്റ് ബ്രീതിങ് ടെക്നിക്സ്, അത് മാത്രം മതി. അത് നമ്മളാരും പഠിപ്പിക്കുന്നില്ല, നമ്മളാരും പറഞ്ഞു തരുന്നില്ല. ഒരു കാര്യം ചെയ്യുന്നത് ചെയ്യരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ എന്താ ചെയ്യേണ്ടത്? പകരം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ കള്ളു കുടിക്കുന്ന ഒരാളുടെ അടുത്ത് പറയാണ് കള്ളു കുടിക്കരുത്. എന്തുകൊണ്ടാണ് അയാൾ കള്ളു കുടിക്കുന്നതെന്ന് ആദ്യം ആരെങ്കിലും ചോദിച്ചോ അയാളുടെ അടുത്ത്? എന്തുകൊണ്ടാണ്? മെനക്കെടണം, ഇഫ് യു റിയലി കെയർ, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആദ്യം അന്വേഷിക്കണം. അതിനൊരു വളരെ സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. എല്ലാവർക്കും വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. ഏതൊരു കാര്യം പറഞ്ഞാലും അതിനൊരു 7 വൈസ് ഡീപ്പ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. WHY. അതായത് 7 പ്രാവശ്യം എന്തുകൊണ്ട് എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ എന്തിന്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയൂ, അതായത് എന്തെങ്കിലും ഒരു കാര്യം, എന്താ പറയുക, സുമേഷിൻ്റെ ഒരു ഗോള് പറയൂ, എനിക്ക് ഇന്നത് ഒരു ഗോള് പറയൂ. ഫിലിം ഡയറക്ഷൻ. എന്തിന്? പാഷനാണ്. എന്തിന്? എന്തുകൊണ്ട് പാഷനാണ്? നമ്മൾ ജസ്റ്റ് കണ്ടോ, രണ്ടാമത്തെ വൈ എത്തിയിട്ടുള്ളൂ. ആദ്യം ഒരു പാഷൻ ചോദിച്ചു, എന്നിട്ട് എന്തിനെന്ന് ചോദിച്ചു. അപ്പോൾ സെക്കൻഡ് ആൻസർ ചെറുപ്പം തൊട്ട് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് 3. ഓക്കെ, എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ട്? എല്ലാവർക്കും ഫിലിം ഡയറക്ടർ ആവണം തോന്നണില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു?
ചെറുപ്പം മുതൽ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? ഞാൻ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. ഒരുപാട് സിനിമ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ സിനിമകൾ കാണുമായിരുന്നു. അങ്ങനെ കണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് ആഗ്രഹം, ഐ മീൻ മുട്ടിട്ടതെന്ന് വേണമെങ്കിൽ എനിക്ക് അതിന് അങ്ങനെ ആൻസർ ചെയ്യാം. പക്ഷെ അതിപ്പോഴും ആ മൂന്നാമത്തെ ആൻസറിൻ്റെ തന്നെ ഒരു സംഭവമാണ്, വകഭേദമാണ്. അത് അതിൻ്റെ വൈയിലേക്ക് എത്തുന്നില്ല. അതായത് ഞാൻ ഇപ്പോൾ ഓൺ സ്ക്രീൻ ഇത് പറയണമെന്ന് പറയുന്നില്ല. ബിക്കോസ് ആക്ച്വലി ഇത് നമ്മൾ ഡീപ്പായിട്ട് ചെയ്താൽ നമ്മൾ 3 വഴിയേ പോയുള്ളൂ. 7 വഴി ചോദിക്കണം. 3 വഴിയിട്ട് പോണില്ല, ഇനി പോവും. പക്ഷെ ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തത് എന്താ അറിയോ? മിക്കവാറും കരയും. യു വിൽ ക്രൈ, എവറിബഡി വിൽ ക്രൈ. നമ്മൾ അതുകൊണ്ട് വളരെ സേഫായിട്ട് നമ്മുടെ സ്വന്തം റൂമിലിരുന്നു കൊണ്ട് നമ്മളോട് തന്നെ നമ്മളിത് ചെയ്യുക. വേറൊരാൾ അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ നമ്മുടെ ഫാമിലി, നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്കിത് ചെയ്യാം. പക്ഷെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് വൾണറബിൾ ആവാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ അടിയിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും തീവ്രമായ എന്തോ മിസ്സിങ് ആണ് എന്ന് തോന്നുന്നൊരു കാര്യം ഇന്നത് ചെയ്താൽ അത് ആ മിസ്സിങ് പൂർണ്ണമാവും. ഞാൻ ഫിലിം ഡയറക്ടർ ആയാൽ എന്താ സംഭവിക്കുക? എന്തോ ഒരു കാര്യം സംഭവിക്കും. ഇപ്പോൾ പറയണമെന്നില്ല, ബിക്കോസ് ഞാൻ നിങ്ങളെ ഓൺ സ്ക്രീൻ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ വന്ന് നിങ്ങളെ ഒരുമാതിരി ആക്കരുത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഫിലിം ഡയറക്ടർ ആയാൽ എൻ്റെ ഇന്ന ഒരു അപാകത, സംതിങ് ഈസ് മിസ്സിങ്, അത് പൂർണ്ണമാവും. അപ്പോൾ ഇതാവണമെന്നില്ല. ആ അപാകത എന്താണെന്ന് നോക്കിയാൽ മതി. ആ അപാകതയിൽ നമ്മളിപ്പോഴേ പോയി നോക്കുമ്പോൾ അത് കുട്ടിക്കാലത്ത് എപ്പോഴോ നമ്മുടെ ഉള്ളിലൊരു അപാകത തോന്നി. ആ അപാകതേനെ നികത്താൻ നമ്മളൊരു ഡ്രീം ഇട്ടു. എന്നിട്ട് നമ്മൾ പറഞ്ഞു അത് ഞാൻ നേടിയെടുക്കുമ്പോൾ ഈ പ്രശ്നം തീരും. എൻ്റെ ഇപ്പോഴത്തെ ഈ അപാകത എന്തോ ഹെൽപ്ലെസ്നെസ് ആവാം, അല്ലെങ്കിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാവാം, ഞാൻ ബാക്കിയുള്ളവരുടെ അത്രയും ഇതില്ല, എന്തോ ഒരു കമ്പാരിസൺ, ഒരു കുട്ടി മനസ്സിൽ തോന്നിയ ഒരു കുട്ടിത്തമാണ്. അത് ശരിക്കല്ല, അത് ശരിയല്ല, അത് റിയലല്ല. ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പോയി. കുട്ടിത്തമാണ് എല്ലാവരുടെ മനസ്സിൽ. കുട്ടിത്തം ഇപ്പോഴും കുട്ടിത്തം എന്ന് പറയാൻ പാടില്ല. അതിനെ എന്താ പറയുക, ഒരു കുട്ടികളുടെ ഒരു നിഷ്കളങ്കമായ മണ്ടത്തരമില്ലേ, ആ ഇന്നസെൻസ്, ഇഗ്നറൻസ് എന്നാണ് വേണ്ടത് അതിന് പറയാൻ. ആ ഇഗ്നറൻസിൽ നിന്നുണ്ടാവുന്ന ആഗ്രഹങ്ങൾ കാരണമാണ് പലരും ഈ ലോകത്തിപ്പോൾ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പോയി ആ വഴി ചോദിച്ചാൽ മതി. എന്നിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യില്ല എന്നല്ല, ഇനി ഇത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഇത് നടക്കാതിരിക്കാനുള്ള തടസ്സവും. എന്തുകൊണ്ട് ഡയറക്ടർ ആയില്ല? ഇപ്പോൾ തന്നെ ആവാലോ. എന്താ, നാളെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങിക്കൂടെ? തുടങ്ങാലോ. എന്താ അതിന് തടസ്സം? പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുന്നില്ല? ബിക്കോസ് ആ വൈ, ആ 7 വരെ എത്തണ്ട, 4-ാമത്തെ 5-ാമത്തെയോ വൈയിൽ ഇത് കിട്ടും. അതിനോട് അപ്പോഴേ പറയുക. അപ്പോൾ മനസ്സിലാക്കുക ഞാൻ ആരാണ്. ഈ ശരീരവും മനസ്സും അല്ല, ഞാൻ ലൈഫാണ്. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. അത് എൻ്റെ ലൈഫിൻ്റെ ആഗ്രഹമാണെങ്കിൽ, മനസ്സിൻ്റെ ആഗ്രഹമല്ല, ലൈഫിൻ്റെ ആഗ്രഹമാണെങ്കിൽ ആ മനസ്സിനെയും ശരീരത്തിനെയും ചലിപ്പിച്ച് അത് നടത്തിയെടുത്തിരിക്കും. 7 വരെ പോയാൽ ശരിയാവില്ലായിരുന്നു. കരയും. നമ്മൾ 4 കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ പൊട്ടി കരഞ്ഞു. ബിക്കോസ് നമ്മുടെ ഉള്ളിൽ കുറേ ബ്ലോക്സും കുറേ കോംപ്ലക്സസും എന്തോ പോരായ്മകളുണ്ടെന്നോ. നമുക്കൊരു പോരായ്മയില്ല, നമ്മൾ ജീവനാണ്. ജീവൻ എന്താ പോരായ്മ? ഇറ്റ്സ് ലൈഫ്. നമ്മൾ ജീവനാണ്. ഇത് വീണ്ടും ഡെയിലി എല്ലാ നിമിഷത്തിലും അത് ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ഈ മനസ്സല്ല. ഈ ശരീരവും മനസ്സും നമ്മുടെ ടൂൾസാണ്. നമ്മളാരാണ്? നമ്മൾ ലൈഫാണ്. എന്താ ഭാഗത? പൂർണ്ണം. നമ്മൾ പൂർണ്ണമാണ്. വി ആർ പെർഫെക്റ്റ്, വി ആർ കംപ്ലീറ്റ്. ഇതിനൊരു മറുപടി പറയാൻ എനിക്ക് അറിയാൻ പാടില്ല. മറുപടി ആവശ്യമില്ല. ഇതിന് മറുപടി ഞാനിങ്ങനെ കുറേ ആലോചിച്ച് പോയത്, പല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞാൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില സത്യങ്ങളും ഉണ്ട് നമ്മളുടെ ചിന്തകൾ അങ്ങനെ വന്നതിൽ. അതെ, അത് ഇനിയും നമ്മൾ ഡീപ്പായിട്ട്, ഞാൻ പറയുന്നത് ഓരോ പ്രേക്ഷകനും വീട്ടിലിരുന്ന് അവരുടെ നടക്കാത്ത കാര്യങ്ങളോ ആഗ്രഹങ്ങളോ വാശികളോ, ഇപ്പോൾ ഈവൻ ആരോടോ ദേഷ്യമുണ്ട്, അതിനും ചോദിച്ചാൽ മതി. എന്തിന്? വൈ ചോദിച്ചു വന്നാൽ നമ്മളായിട്ട് എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ ഒരു പ്രശ്നമാണ്. അയാളെ കാണുമ്പോഴൊക്കെ അത് നമ്മൾ ചൊറിയും.
എന്നുവെച്ചാൽ നമ്മളിൽ കാണാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം അയാൾ കാണിക്കുമ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓ, നമ്മുടെ ഉള്ളിൽ അതുണ്ട്. അപ്പോൾ അയാളെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം. എല്ലാം നമ്മളിലാണ്. അതായത് നമ്മളാണ് ഈ നമ്മുടെ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ്. ബിക്കോസ് നമ്മുടെ കാഴ്ചപ്പാടാണ് ലോകം. അതെ അതെ. പ്രകൃതിയുണ്ട്. പ്രകൃതി നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ആ പ്രകൃതിയിലുള്ള വികൃതികൾ മുഴുവൻ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സാണ്. അതിൻ്റെ അറിവില്ലായ്മയും അതിൻ്റെ ഏതൊക്കെയോ കുനിഷ്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഈ പ്രകൃതിയുടെ മുകളിൽ അതിനെ ഓവർലാപ്പ് ചെയ്യും. അതിനാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ 4-ാം വയസ്സിൽ പറഞ്ഞില്ലേ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേൾഡ് ആൻഡ് ദി എർത്ത്. ലോകവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഭൂമി ഉള്ളതാണ്, ലോകം നമ്മളുടെ മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ലെവൽ മാറുന്ന പോലെ നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏത് ലോകം വേണമെങ്കിലും നമുക്ക് സൃഷ്ടിക്കാം. അപ്പോൾ ഒന്ന് ആലോചിക്കും, നമ്മുടെ ബെസ്റ്റ് ലോകം ഏതാണ്? ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ലോകമല്ലേ? അത് വളരെ കോൺഷ്യസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടാക്കുന്ന ലോകമാണ്. സ്വയം സൃഷ്ടിക്കുന്നതാണ് അല്ലേ? നമ്മൾ സ്വയം സൃഷ്ടിക്കുകയല്ലേ? നമ്മുടെ മനസ്സിലെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് സൃഷ്ടിക്കുകയല്ലേ നമ്മുടെ ലോകം. ഇപ്പോൾ ഈ ബുക്ക് ഞാൻ എഴുതണമെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് എഴുതണ്ടേ? എൻ്റെ മനസ്സിനെ അച്ചടക്കത്തോടെ ഇരുന്ന് എഴുതാൻ പ്രേരിപ്പിക്കട്ടെ. എല്ലാവരുടെ ഉള്ളിലൊരു പുസ്തകമുണ്ട്, മേക്ക് ചെയ്യാനുള്ളൊരു സിനിമയുണ്ട്, അവരുടെ ലൈഫ് തന്നെ സിനിമയാക്കാം. എല്ലാവരും പറയും എൻ്റെ ലൈഫൊക്കെ ഒരു സിനിമയാക്കാനുള്ളതുണ്ട്. അന്ന് എന്തുകൊണ്ടാക്കുന്നില്ല? ബിക്കോസ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ശരീരത്തിനെ, മനസ്സ് എത്തുന്നിടത്ത് ശരീരത്തിനെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനിയുള്ള നമ്മുടെ ആവശ്യം. പക്ഷെ അത് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ ആവുന്ന കാര്യമാണ്. അത് പോസിബിൾ ആണെന്നാണ്. എനിക്കിപ്പോൾ ഒരു മെൻറ്റോറുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങൾ. ഇതിലെ എല്ലാ വിവരങ്ങളും വിമനോപോസിൽ വരും, അതിൻ്റെ പ്രോഗ്രാംസ് വരും. ഇതിൽ കുറേ റിയൽ ലൈഫ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ ആ 7 വൈസ് പോലത്തെ ഡീപ്പായിട്ട് നമുക്ക് ആക്ച്വലി ഫിസിക്കലി മാനിപ്പുലേറ്റ് ചെയ്ത് ബോഡീനെ മാനിപ്പുലേറ്റ് ചെയ്ത് മൈൻഡിനെ മാറ്റാൻ പറ്റുന്ന ടെക്നിക്സ് ഒക്കെ വരുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഞാൻ റിസർച്ചിലും പഠനത്തിലുമാണ്. ആദ്യം നമ്മൾ തന്നെ ചെയ്ത് കാണിക്കണമല്ലോ. എനിക്കൊന്ന് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളാണ് യോഗി എന്ന് വിളിക്കുന്നത്. അതെ എന്ന് വായിച്ചിട്ടുണ്ട്. നമ്മളൊരിക്കലും നമുക്ക് ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ലൈഫാണ് നമ്മൾ. നമുക്കാകെ മനസ്സിനെയോ ശരീരത്തിനെയോ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയാണ്. ലൈഫിനെ എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നില്ല. ജീവനെ തന്നെ കൺട്രോൾ ചെയ്യുന്നില്ല. ജീവൻ, നമ്മളീ പ്രാണൻ എന്ന് പറഞ്ഞത്, പ്രാണനാണ് മൈൻഡിനെയും ബോഡീനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ് കുറേ ഈ ബുക്കിലും അറിവിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ ശരീരം നമ്മൾ പറയുന്നിടത്ത് നിൽക്കണ്ടേ? അത് എളുപ്പമല്ല. അതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. മറ്റേ സെൽഫ് റിയലൈസേഷനാണ്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു റിസർച്ചിലും ഞാൻ തന്നെയാണ് ആദ്യത്തെ ഇപ്പോൾ അത് തെളിയിക്കേണ്ടത്. എനിക്ക് തന്നെ അത് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അപ്പം മൈൻഡിൻ്റെ ടെക്നിക്സൊക്കെ ഇത്രയും വർഷം എടുത്തൊരു 20-22 വർഷത്തെ പരിശ്രമത്തിന് ശേഷം എഴുതിയ പുസ്തകങ്ങളാണ് ഇത് രണ്ടും. ഇനി ബോഡിയുടെ പുസ്തകം വരാൻ പോകുന്നത് വിമനോപോസ് എന്ന് പറഞ്ഞ ബുക്കിൽ. വിമനോപോസ് എന്ന് പേര് കാരണം ആണുങ്ങൾക്ക് അല്ല എന്നുള്ളതില്ല. ബിക്കോസ് വിമനിൽ മെന്നുണ്ട്. ഈ ബുക്കിലെ ഏതെങ്കിലും ഒരു അധ്യായം കണക്ട് ചെയ്ത് അദ്ദേഹവും ലെനയും തമ്മിൽ എന്തെങ്കിലും ഡിബേറ്റ്സ്, തർക്കങ്ങൾ നടന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഞങ്ങളുടെ ഏറ്റവും ഫേവററ്റ് വിനോദം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് കാപ്പി എടുത്ത് വന്ന് ഒരു സോഫയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ വെറുതെ ഒരു മൈക്ക് വെച്ചാൽ ഇതൊരു പോഡ്കാസ്റ്റ്. ബിക്കോസ് രണ്ടുപേരും ഇരുന്നിട്ട് ഏതോ ഒരു ടോപ്പിക്കിനെ എടുത്ത് അതിനെ അങ്ങ് ഡൈസെക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പലപ്പോഴും തർക്കങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഈ ഒരു തർക്കമായിരുന്നു ഫ്രീ വില്ലും ഡെസ്റ്റിനിയും തമ്മിൽ. അതെപ്പോഴും നടക്കുന്ന ഒരു തർക്കമാണല്ലോ. നമുക്ക് ശരിക്കും ഫ്രീ വില്ലുണ്ടോ, അതോ വിധിയാണോ ഉള്ളത്, അതോ നമുക്ക് നമ്മുടെ സ്വന്തമായ ഒരു ഫ്രീഡം ഉണ്ടോ? എല്ലാം വിധിയാണെങ്കിൽ പിന്നെ നമ്മൾ അതെ അല്ല, എങ്ങനെ പോവും? എങ്ങനെ അറിയാം വിധി പ്രകാരം പോവാൻ? അതും ശരിയാണ്. അപ്പൊ ഇങ്ങനത്തെ ചർച്ചകൾ പലപ്പോഴും നടക്കാറുണ്ട്. ഇത് വലിയൊരു അതിന് മാത്രമൊന്നുമില്ല. എന്ന് വെച്ചാല് ഇന്റലക്ച്വൽ വർത്താനത്തിൽ അടിയില്ല. ഇതെങ്ങനെയാണ് ഒരു മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെ എവിടെ കൊണ്ടോ കൂട്ടിച്ചേർക്കും? അല്ല, എത്തിക്കാന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ആൻസറിൽ എത്തണം.
അതുവരെ നമ്മളിത് ദിവസങ്ങളോളം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ആരുടെ കാഴ്ചപ്പാടാണ് ശരി എന്നുള്ളതല്ല, ഏതാണ് ഇത് ആര് കേട്ടാലും അത് കറക്റ്റാണല്ലോ എന്ന് തോന്നുന്നത്, അതിലെത്തണം. അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇതാണ് എൻ്റെ ശരി, ഇതാണ് എൻ്റെ ശരി എന്ന് പറഞ്ഞാൽ എന്നാ നീ നിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്. ഇതാണ് മനുഷ്യന്മാരുടെ കോംപ്രമൈസ്. അത് മണ്ടത്തരമാണ്. ബിക്കോസ് നമ്മുടെ കാഴ്ചപ്പാടിലെ പോരായ്മകളെ നമുക്ക് നികത്താൻ പറ്റില്ല, നമുക്ക് വളരാൻ പറ്റില്ല. ബിക്കോസ് എൻ്റെ കാഴ്ചപ്പാടാണ് ശരി എന്ന് എപ്പോഴും പറയുന്ന ഒരാൾക്ക് സീറോ വളർച്ചയുള്ളത് ലൈഫിൽ. എങ്ങനെ വളരും? ഉള്ള പോലെ മുരടിച്ച് അവിടെ ഇരുന്നോളും. അങ്ങനെയാണ് മിക്ക ആൾക്കാരും. എന്ന് വെച്ചാൽ അവരുടെ ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ് ശരി, അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയുന്നവർ മണ്ടന്മാരാണ്. ബിക്കോസ് അവർ വളരുന്നില്ല. ബാക്കിയുള്ളവർ അവരോട് പറയും എന്നാൽ താൻ തൻ്റെ ഇഷ്ടത്തിന് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ പോവും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഓപ്പൺ മൈൻഡഡായിട്ട് ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്, ഓക്കെ ഇതാണ് താങ്കളുടെ കാഴ്ചപ്പാട്, അപ്പോൾ എന്താണ് അതിൻ്റെ കുറച്ചുകൂടെ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടായിട്ട് ഓപ്പോസിറ്റായിട്ട് പോവും. നമ്മൾ തർക്കിക്കും, അത് നമ്മൾ മൈൻഡ് തർക്കിക്കാതെ പറ്റില്ല. ബിക്കോസ് ഇത്രയും ഞാൻ കുറേ കാലം എടുത്ത് ഉണ്ടാക്കിയ ഒരു കാഴ്ചപ്പാടാണ്, അതൊരാളൊരു നിമിഷത്തിൽ വന്നിട്ട് അതങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. പക്ഷെ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ആ തർക്കം നല്ലതാണ്. ബിക്കോസ് നമ്മൾ എന്തിനാണ് തർക്കിക്കുന്നത്? മറ്റേ കാഴ്ചപ്പാടിനെ നമ്മൾ ഉരസി നോക്കുകയാണ് ശരിക്കും സ്വർണ്ണമാണോ എന്ന്. ഇയാൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ എന്തിനു കണ്ണടച്ചത് വിശ്വസിക്കണം? അതിനാണ് ആ തർക്കം. ഹെൽത്തി തർക്കമാണത്. അപ്പോൾ രണ്ടുപേരും തർക്കിച്ച് രണ്ടുപേർക്കും കറക്റ്റ് എന്ന് തോന്നുന്ന ഒരു സ്ഥാനത്തിലെത്തി. ഇനി അത് മൂന്നാമതൊരാളായിട്ട് തർക്കിച്ചാൽ മതി. അങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് തർക്കിച്ച് വരുമ്പോൾ എല്ലാവർക്കും ഒരു ആൻസർ ശരി എന്ന് തോന്നുമ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തി. അതിലേക്ക് വന്ന് ലോക്കാവും, ലാൻഡാവും. ഈ ബുക്കിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതും എന്നാൽ കാര്യമായിട്ട് അതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ളൊരു വേർഡ് ഞാൻ കണ്ടു. മാന്ത്രിക ചിന്തകൾ ഇതിനു മുൻപും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം. അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്താണെന്നുള്ളത്? ഭയങ്കര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ചെറിയൊരു എക്സാമ്പിൾ തരാം. ഞങ്ങളുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ പ്രോഗ്രാം ഒരു ഡ്രാമ ഞാൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതിലൊരു തവളയുടെ വേഷമുള്ള ഒരു സാധനം എനിക്കറിയാവുന്ന ഒരു ആൻറ്റിയുടെ വീട്ടിലുണ്ട്. എനിക്കത് കിട്ടണം നമ്മുടെ ഡ്രാമയ്ക്ക് വേണ്ടി. ഞാനത് ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഞാൻ അവിടെ പോകുമ്പോൾ ആ ആൻറ്റി പറയും കൊണ്ടുപോക്കോ, ഇതിനൊന്നും കേടുവരരുത്, പിന്നെ 25 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്, റെൻറ്റ്. ഞാൻ പോകുന്നു, അതേപടി സംഭവിക്കുന്നു. എക്സാക്ട്ലി ആൻറ്റി ഇതേ വാക്കുകൾ പറയുന്നു. എന്നിട്ട് ആ തവളയുടെ വേഷം തരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറിയിരിക്കണം, ഒരു കുട്ടി ഇരിക്കണം. അത് കേടുവരരുത്, പിന്നെ 25 രൂപയാണ് ഫീസ്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ കൊള്ളാലോ. പക്ഷെ ഇപ്പോൾ നമ്മൾ ആലോചിച്ചാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷനാണ്. എന്നുവെച്ചാൽ ജീവൻ സെയിമാണ് ഈ ശരീരത്തിൻ്റെ ഉള്ളിലും ആ ശരീരത്തിൻ്റെ ഉള്ളിലും. ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യട്ടെ, ഇത് എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും സംഭവിക്കാം. പല ആവർത്തി നമ്മൾ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്ന പറയുമ്പോൾ അതേപോലെ തന്നെ വരുന്നത്. ചില കോളുകൾ ഇപ്പൊ ഇയാൾ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നും. ഒരു വിത്തിൻ എ മിനിറ്റ് ആ കോള് വരും. അങ്ങനെയൊക്കെ എനിക്ക് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ്? വൈ? അത് അങ്ങനെ ആ ചിന്തയിലേക്ക് ഞാൻ പറയാം. അതാണ് വൈ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ശരീരങ്ങളും മനസ്സ് തമ്മിൽ വ്യത്യാസമുള്ളൂ. സെയിം ജീവനാണ് രണ്ടിലുള്ളത്. ജീവൻ അറിഞ്ഞൂടെ എല്ലാം എല്ലായിടത്തും എന്താ നടക്കുന്നത്? എല്ലാം ജീവനാണ്. ജീവനില്ലാത്ത എന്താ ഉള്ളത്? ഇപ്പം നമ്മൾ ഈ ചെയറിന് ജീവനില്ല എന്ന് പറയും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലും ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്ര ഫാസ്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അവർ കണ്ടൻസ്ഡ് ആയിപ്പോയി. അല്ലെങ്കിൽ ഈ ചെയർ ഇവിടെ ഉണ്ടാവില്ല, ഉണ്ടാവാൻ വഴിയില്ല. ഇത് നമ്മൾ ചെതല് തിന്നു പൊടിയാവുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം ഇല്ല, ചെതല് കൊണ്ടുപോയി, ചെതലായി മാറി. ചെതല് തിന്നല്ലോ അതിനെ. അപ്പോൾ നമ്മളീ പറഞ്ഞു വരുന്നത് എവറിത്തിങ് ഈസ് ലൈഫ്. എവറിത്തിങ് ഈസ് ലൈഫ്. ലൈഫ് എടുത്തിട്ടുള്ള രൂപങ്ങളാണെല്ലാം. അപ്പോൾ ഈ രൂപത്തിലും ആ രൂപത്തിലും ഈ രൂപം എന്താണ് ആ രൂപത്തിനോട് പറയാൻ പോകുന്നത്, അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ജീവനറിയാം. അതാണല്ലോ രണ്ടിലും ഉള്ളത്. കോമൺ ആൾക്ക് എല്ലാം കാണാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിവൈഡർ ഇട്ടു, പക്ഷെ അവിടെ നിന്ന് കാണുന്ന ആൾക്ക് ഇപ്പുറം കാണാം അപ്പുറം കാണാം.
അയാൾക്കല്ലേ ഫുൾ കഥ അറിയാവുന്നത്, അതെ, നമ്മൾ തമ്മിൽ കാണുന്നില്ലെങ്കിൽ. അതെ. നമ്മുടെ വിചാരം നമ്മുടെ ഈ കണ്ണും ചെവിയും മൂക്കും ഇതൊക്കെ കാണിക്കുന്നതാണ് ലോകം എന്ന്. നമുക്കത്രേ പറ്റൂ ശരീരം മനസ്സിനും. പക്ഷെ ജീവൻ അതിന് മുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അറിയാം. അപ്പോൾ ചില സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകുമ്പോൾ, ഫ്രീ ആകുമ്പോൾ ആ ടോപ്പ് ആംഗിൾ മറ്റേ ഡ്രോൺ ഷോട്ടിലോട്ട് പോകും. അപ്പോഴാണ് നമുക്ക് ഈ ഇൻറ്റ്യൂഷൻ വരുന്നത്, ഇയാളിപ്പോൾ എന്നെ വിളിക്കും എന്ന് പറയുന്നത്. നമ്മൾ ടാപ്പ് ചെയ്തു അതിലേക്ക്, ജീവനായി. നമ്മൾ മനസ്സായിട്ട് ജീവിച്ചില്ല ആ സമയത്ത്, നമ്മൾ ജീവനായിട്ട് ജീവിച്ചു. ഇതുപോലെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കോൾ വരുന്നു. ബിക്കോസ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഭയങ്കര മെൻ്റൽ കപ്പാസിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. അവർ പഠിച്ചിരിക്കുന്നത് ആ ഡ്രോൺ ഷോട്ടിലോട്ട് പോകാനാണ്. ഇവിടുത്തെ ക്യാമറയിലല്ല, നേരെ മുകളിൽ നിന്ന് എല്ലാം കാണാം. അപ്പോൾ അതെന്നാണ് പറയുന്നത്, ആ അവിടെ 4ാമത്തെ തെരുവിൽ ഒരു ചുവന്ന വീടുണ്ട്. ഈ ഇപ്പം നമ്മളിപ്പം നടക്കുന്നതെല്ലാം പ്രീ പ്ലാൻ ചെയ്താണെന്നാണോ അവകാശപ്പെടുന്നത്? അല്ല, പ്രീ പ്ലാൻഡ് അല്ല. ഒരു നിമിഷത്തിലാണ് എല്ലാം സംഭവിക്കുന്നത്. എപ്പോഴും ഒരു നിമിഷമേ ഉള്ളൂ. ഈ നിമിഷം, നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം, ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചു. അല്ല, അങ്ങനല്ല. ഇപ്പം അങ്ങനെ ഒരു ജീവനുണ്ട്. അപ്പം ആ കോമൺ ആയിട്ട് അതാണ് നമ്മുടെ. അല്ല, നമുക്കിപ്പോൾ പോയിട്ടേ ഞാനിപ്പോൾ പറഞ്ഞതില്ലേ, നമുക്ക് തിരിച്ച് അതിലോട്ട് റീവൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇല്ല. നമുക്ക് റെക്കോർഡിങ്ങിൽ റീവൈൻഡ് ചെയ്യാം, മനസ്സിൽ റീവൈൻഡ് ചെയ്യാം. റിയലി നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞില്ലേ? ആ പ്രസന്റ് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് എന്ത് പ്രീ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു വേറൊരു നിമിഷം വേണ്ടേ? എവിടെ പ്രീ പ്ലാൻ ചെയ്യും? ആര് പ്രീ പ്ലാൻ ചെയ്യും? പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻസ് ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ, ഇപ്പം ഇന്നിപ്പോൾ നടക്കുന്ന നമ്മൾ ഇന്നലെ പ്രീ പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ലേ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ എന്ത് കഴിക്കും, എന്ത് ചെയ്യും. മറ്റേത് വിധി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. നമുക്ക് ഇന്റർവ്യൂ നടത്താം, നമുക്ക് ഉച്ചയ്ക്ക് അത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാം. അല്ലാത്തത് നമുക്ക് വിധി എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാന്നുള്ളേ ഉള്ളൂ. എല്ലാം വിധിയാണ്. ഞാൻ ഇവിടെ ഈ ഇന്റർവ്യൂവിൽ എത്ര പ്ലാൻ ചെയ്താലും വരുന്ന വഴിക്ക് ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചാൽ ഇത് സംഭവിക്കും. അത് നമ്മുടെ കയ്യിലാണോ? ഞാൻ ഇന്നിവിടെ വരാൻ നിൽക്കുമ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു പനിയുണ്ടെങ്കിൽ വരാൻ പറ്റും? ഇല്ല. എന്തോരം കാരണവശാൽ നമ്മൾ പ്ലാൻ ചെയ്ത എത്രയോ കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് പറയും? ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. മറ്റേത് നമ്മൾ കൺഫ്യൂസ് ചെയ്യരുത്. നമ്മുടെ ലൈഫിലെ പ്ലാനിങ് അല്ലെങ്കിൽ സമയം, നമ്മളിവിടെ 2 മണിക്ക് ഇന്ന സ്റ്റുഡിയോയിൽ മീറ്റ് ചെയ്യാം. അപ്പോൾ ടൈം ആൻഡ് സ്പേസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. അത് ശരിക്കും ഉള്ളൊരു സാധനമല്ല. ബിക്കോസ് ഇപ്പോഴത്തെ 2 മണി അമേരിക്കയിൽ ഇപ്പോൾ 1:30 മണി രാത്രിയാണ്. അപ്പോൾ എന്താ അതിന് സ്ഥായിയായിട്ടുള്ള ഒന്നുമല്ല അത്. ഇതേ നിമിഷമല്ലേ? ഇതേ നിമിഷം ഒരാൾ അമേരിക്കയിൽ ഉറങ്ങുകയാണ്, കുറച്ച് മൂടി രാത്രി. നമ്മളിവിടെ ഉച്ച നേരത്ത് ഇരുന്ന് ഇൻ്റർവ്യൂ നടത്തുന്നു, ഇതേ നിമിഷം. അപ്പോൾ ആ നിമിഷത്തിലെ കാര്യമാണത്. അതെല്ലാം കോർഡിനേറ്റായി വരുമ്പോൾ ഇറ്റ് ഈസ് എ ഡെസ്റ്റിനി, ഇറ്റ് സിങ്ക്രോ ഡെസ്റ്റിനി. എല്ലാം സിങ്ക്രണൈസായി വരികയാണ്. അത് എല്ലാ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ നിമിഷം. അതാണ് നമ്മൾ കാണുന്ന ഈ ലൈഫ്, പ്രകൃതി. നമുക്കൊരു ചെടി വളർന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി ഇല്ലാതെ. ടൈം ലാപ്സിൽ കാണുമ്പോഴാണ് ദൈവം എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ ചെടി ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ച് അതിൻ്റെ ആ പൂവൊക്കെ വരുന്നത്. അത്ര ടൈം ലാപ്സിൽ നമുക്ക് നമ്മുടെ ലൈഫ് കാണാൻ പറ്റിയാലേ ഈ പറയുന്ന വിധി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ എവറി മിനിറ്റ്, എവറി സെക്കൻഡ്. ടൈം ലാപ്സ്. നമുക്ക് ടൈം ലാപ്സ് ഇല്ല നമ്മുടെ മനസ്സിൽ. നമ്മൾ ഈ 16 frames per second കാണുന്നത്. അതുകൊണ്ടല്ലേ സിനിമ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നത്. കണ്ടിന്യൂസ് അല്ല, പല ഷോട്ടുകളെടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്താ, നമ്മുടെ ബ്രെയിനിന് അത്രയേ ഉള്ളൂ കപ്പാസിറ്റി. യൂഷ്വൽ ചിന്താഗതി അല്ലാതെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഓരോ മനുഷ്യനെ നോക്കി കാണുന്നത് എങ്ങനെയാണ്? ജീവൻ്റെ പല രൂപങ്ങളായിട്ട്. അതായത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി അതൊന്നും അല്ലല്ലോ എന്നെ കാണുന്നത്. അവരുടെ പേഴ്സണാലിറ്റി കാണുന്നുണ്ട്, പക്ഷേ ഈ സ്ഥായിയായ അറിവ് ജീവൻ്റെ ഒരു രൂപമാണിത്. അപ്പോൾ ഞാൻ തന്നെയാണത്. അവരും അവരെ തന്നെ ഞാൻ എന്നല്ല വിളിക്കുന്നത്. ആ ഞാൻ ലൈഫാണ്. അവർ ലെനയല്ല. അവർ ലെന എന്നുള്ള പേര് ശരീര മനസ്സിനാണ്. ഈ ശരീര മനസ്സിൻ്റെ പേരാണ് ലെന. ആ ശരീര മനസ്സിൻ്റെ പേരാണ് എനർജി. കോൺഷ്യസ് എനർജി സെയിം ആണ്. അതിനാണ് ജീവൻ, പ്രാണൻ എന്ന് വിളിക്കുന്നത്. എല്ലാവരും പ്രാണൻ്റെ ഓരോ
വകഭേദങ്ങൾ, പ്രാണൻ്റെ ഓരോ മാനിഫെസ്റ്റേഷൻസ് ആ ആ ആകൃതിയിൽ ഇന്ന മനസ്സായിട്ട് ജനിച്ചിരിക്കുന്നു. എല്ലാവരും സെയിമാണ്, ഓക്കെ. ഉള്ളിൻ്റെ ഉള്ളിൽ. ഇത് 2004 സംസാരിക്കുമ്പോൾ മനോരോഗി എന്ന് മുദ്രകുത്തപ്പെട്ട് 10-12 വർഷത്തോളം മെഡിസിൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഈ അന്നേരം ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അലറി കരയണം, ഇത് ആർക്കും മനസ്സിലാവുന്നുമില്ല പറയുന്നത്. ആ ഒരു ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് ശരിക്കും എങ്ങനെ അത് ഓവർകം ചെയ്ത്? ഓക്കെ, അതെ, വീർപ്പ് മുട്ടും എന്ന് വെച്ചാൽ ഇപ്പോൾ എത്രയോ ആൾക്കാർക്ക് ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇൻ്റർനെറ്റ് അതിന് വലിയൊരു കാരണമാണ്. ഇൻ്റർനെറ്റ് എല്ലാ തരത്തിലുള്ള ഐഡിയാസിനുള്ള ഒരു സ്പേസ് ആയപ്പോൾ നമ്മളെല്ലാവരും എല്ലാം നമ്മൾ ഈ കാണുന്ന പൊട്ടക്കുളത്തിലെ ലൈഫ് മാത്രമല്ല എന്നുള്ളത് എല്ലാവർക്കും ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പം എനിക്ക് ആക്ച്വലി ആ സമയത്ത് ആശ്രയമായത് ബുക്സാണ്. ഞാൻ സ്പിരിച്വൽ ടെക്സ്റ്റ് അപ്പോഴാണ് വായിച്ചു തുടങ്ങുന്നത്. ഇത് വായിച്ചുകൊണ്ടല്ല എനിക്ക് ഈ അറിവുണ്ടായത്. അതെൻ്റെ വായിച്ച അറിവ് ഞാൻ ഇങ്ങനെ അത് കിട്ടി എന്ന് വിചാരിച്ചു എന്ന് പറയാം. അങ്ങനെയല്ല. ഈ അറിവിന് ശേഷം ഞാൻ സ്പിരിച്വൽ ടെക്സ്റ്റ് ബുക്സ് വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ പറയുന്ന സാധനം ആണ് ഇവർ പറയുന്നത്. അപ്പോൾ ഫൈനലി എന്താ ഒരു സുഖം കണ്ടെത്തി തുടങ്ങി സ്പിരിച്വൽ ടെക്സ്റ്റ് ബുക്സിൽ. പിന്നെ ഞാൻ വായിക്കുന്ന കംപ്ലീറ്റ് സ്പിരിച്വൽ ബുക്സ് മാത്രമേ വായിക്കുള്ളായിരുന്നു. ബിക്കോസ് അതിലെങ്കിലും നമുക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ പറയുന്നൊരു ആള്. ഇത് ഇപ്പം ഈ ഒരു സ്പിരിച്വൽ ഈ ഒരു അറിവുകൾ എങ്ങനെ ഇപ്പം ആ ഒരു മഷ്റൂം അതല്ല, ഇതൊക്കെ എങ്ങനെ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിലേക്ക് ഇത് എങ്ങനെ എത്തി എന്ന് എപ്പോഴെങ്കിലും ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് വൈ മീ എന്നുള്ളതല്ല, ജസ്റ്റ് ഒരു പ്രോഗ്രഷൻ ഓഫ് മെച്യൂരിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ലെനയുടെ കൂടെ അന്ന് കൊടൈക്കനാലിൽ പോയ ഒരുപാട് പേര് പക്ഷെ ലെനയ്ക്ക് മാത്രമാണ് എക്സാക്ട്ലി. അതായത് ഞാൻ റെഡിയായിരുന്നു. ജന്മങ്ങളായിട്ട് ചെയ്തിട്ടുള്ള റിഹേഴ്സൽസ് കാരണം, ചെയ്ത പണി കാരണം, ഈ അന്വേഷണം കാരണം. ഇത് പെട്ടെന്നൊരു ദിവസത്തിൽ പൊട്ടിമുളച്ചൊരു ചോദ്യമല്ലോ. എന്തുകൊണ്ട് ഞാൻ അവിടെ മഷ്റൂംസ് കഴിച്ചിട്ട് ഇരുന്ന് ഐ വോണ്ട് ടു നോ ഗോഡ്, വാട്ട് ഈസ് ഗോഡ് എന്ന് ചോദിച്ചാൽ എന്തിനാണ് മെഡിറ്റേഷനിലിരിക്കുന്നത്? വേറെ ആരെങ്കിലും അത് ചെയ്തോ? എല്ലാവരും ഒരേ പ്രോസസ്സ് ചെയ്തിട്ട് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ എങ്കിൽ അതിലും ഉണ്ടോ ഒരു ചോദ്യം. പക്ഷെ നമ്മളെല്ലാവരും പല ലെവലിൽ മെച്യൂരിറ്റിയുള്ള സോൾസാണ്. സ്നേക്സ് ആൻഡ് ലാഡേഴ്സിൻ്റെ ഗെയിമാണ്. പലരും 58 ഇരുന്ന ആൾ പെട്ടെന്ന് 7 വരും. ഏതോ ഒരു കർമ്മ കാരണം എന്തോ ഒരു കർമ്മം ചെയ്തു, സംതിങ് ചെയ്തു, നേരെ സ്നേക്ക് കഴിച്ചു നമ്മൾ. അപ്പം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ഈ കളിച്ച് 99 ഇപ്പോൾ നമ്മൾ കാണില്ലേ, ചില പിള്ളേർ 3 വയസ്സിൽ തന്നെ ഗുണ്ടായിസം കാണിക്കുന്നു, 3 വയസ്സിൽ ഡ്രംസ്, 1.5 വയസ്സുള്ള പിള്ളേർ ഡ്രംസ് കളിക്കുന്നു, പിയാനോ വായിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കും? മുൻജന്മങ്ങളിൽ അത്രേ പറ്റുള്ളൂ. അപ്പോൾ ആ ജന്മങ്ങളുടെ വാസന വളർന്ന് മെച്യൂരിറ്റി എത്തുന്നതാണ്. ഞാനൊരു ഓൾഡ് സോളാണ്, ഒരു മെച്യൂർ സോളാണ്. അപ്പോൾ സമയമായി അങ്ങ് വിരിയാൻ, ആ പൂ വിരിഞ്ഞു, കഴിഞ്ഞു, ഇനി അത് കൊഴിഞ്ഞു വീണു, അത്രേ ഉള്ളൂ. ഇനിയൊരു ജന്മം അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ? ഇനിയൊരു ജന്മം യൂഷ്വലി നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ഈ അറിവ് മനസ്സിലായാൽ, ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലായാൽ സ്റ്റോറി ഓവർ. അത്രേ ഉള്ളൂ. കളി നടക്കുന്നത് കംപ്ലീറ്റ്ലി ഞാൻ ആരാ എന്നുള്ളതാണ് കളിയുടെ പേര്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ആ ഒരു ആൻസർ കണ്ടെത്തിയാൽ ഇനി എന്തിനാ വന്നിട്ട് ഇതേ കളി കളിക്കുന്നത്? ഇനി ഉണ്ടാവില്ലെന്നാണ് സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്. നമുക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അതിന് ഞാൻ മരിക്കേണ്ടി വരും. മരിച്ചാൽ പക്ഷേ എനിക്ക് തിരിച്ചു വന്ന് പറയാൻ പറ്റില്ല. Catch 22. ഈ മരണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരുപാട് ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ജീവൻ എന്ന് പറയുന്ന ആ സത്യത്തെ സയൻസ് കണ്ടുപിടിക്കുമെന്നും അന്ന് തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടി ഒരുപാട് കോടീശ്വരന്മാരുടെ ബോഡി ഇതുപോലെ സൂക്ഷിച്ചുണ്ടെന്നും പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്, അതിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതിലൊക്കെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഈ പുനർജന്മം ഇങ്ങനെ ഈ ലെന പറയുന്ന കാര്യങ്ങളും ഇവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും മാച്ചുണ്ടോ? ജീവൻ വിചാരിച്ചാൽ സംഭവിക്കും. അതിന് ജീവൻ വിചാരിക്കണം, നമുക്ക് പറയാൻ പറ്റില്ല. വി ഡോണ്ട് നോ വാട്ട് ലൈഫ് വിൽ വാണ്ട് ടു ഡു നെക്സ്റ്റ്. ഇപ്പോൾ AI ഉണ്ടാവും എന്ന് നമ്മളൊരു 20 കൊല്ലം മുമ്പ് നമ്മളോട് പറഞ്ഞായിരുന്നെങ്കിൽ, നമ്മളോട് സെൽഫോണിനെ കുറിച്ച് തന്നെ ഒരു 10-30 കൊല്ലം മുമ്പ് പറഞ്ഞാൽ നമ്മളൊക്കെ ചിരിക്കും.
അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ലിമിറ്റഡ് മെൻ്റൽ കപ്പാസിറ്റിയുടെ ഉള്ളിലുള്ള അറിവല്ല. നമുക്ക് ഒന്നും ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ നെവർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സയൻസ് എപ്പോഴും പ്രകൃതിനെ മനസ്സിലാക്കാൻ നോക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഒരു ടൂളാണ് സയൻസ്. നമ്മൾ ബുദ്ധിപരമായി മനസ്സുകൊണ്ട് ഞാൻ എന്താന്ന് തെളിയിക്കാൻ നോക്കുകയാണ്. അത് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു എന്താ പറയുക വിനോദമാണ് സയൻസ്. നമുക്കിഷ്ടമാണ് സാധനങ്ങൾ പ്രൂവ് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. ഓൾറെഡി ഉള്ള സാധനങ്ങളല്ലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവൻ എന്താണെന്ന് പോലും അറിയാത്ത ലെവലിൽ എങ്ങനെ ജീവനെ സൃഷ്ടിക്കും? ആര് സൃഷ്ടിക്കും? ആര് സൃഷ്ടിക്കും? എന്തിൽ നിന്ന് സൃഷ്ടിക്കും? അതിനുള്ള ഒരുപാട് പരീക്ഷണങ്ങളും നടത്തിക്കോട്ടെ, അതൊരു വിനോദമാണ്. അതെന്താ സംഭവിക്കുന്നത്? അതൊരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെയാണ്. അല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ആരാണ് ഇത് ചെയ്യാൻ നോക്കുന്നത്? എന്തുകൊണ്ടുണ്ടാക്കും? എങ്ങനെ? ജസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി, ജസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. ഹൗ, വെൻ, വെയർ, വൈ, എങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി എന്തിനും. അപ്പോൾ നമുക്ക് ഈ ഉത്തരം മുട്ടുന്ന സ്ഥലങ്ങൾ വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല്. എന്നിട്ട് ഇനിയും ചോദിക്കുക. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ടത്തരാണെന്ന് എനിക്കറിയില്ല. ഈ നമ്മളിപ്പോൾ ഒരാൾ മരിക്കുന്നു എന്ന് പറയുന്നു, പല ഇപ്പം കോൺസ്പിറസി തിയറികളും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചില്ലുകൂട്ടിലിട്ട ഒരാളുടെ ദേഹത്ത് നിന്നും ജീവൻ പോയപ്പം കൂട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ ഒരുപാട് തിയറി നമ്മളിപ്പോൾ യൂട്യൂബും ഗൂഗിളും അങ്ങനെ ഒരുപാട് ഈ ഗൂഢാലോചന സിദ്ധാന്തം കോൺസ്പിറസി തിയറികൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ചില്ല് പൊട്ടിപ്പോയി, അതാണ് എനർജി പോയി എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ഇപ്പോൾ മനുഷ്യന് ഇന്നോളം വളർന്ന മനുഷ്യന് ഒരു ശരീരത്തിനെയും അതിൻ്റെ ഓർഗൻസിനെയൊക്കെ അതേപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. പക്ഷെ അതിലേക്ക് എന്തോ ഒരു സാധനം കൊടുത്താലേ അത് ഓണാവുള്ളൂ. അതെന്തായിരിക്കും ശരിക്കും ഈ ജീവൻ? അതാണ് ജീവൻ. അതാ ഞാൻ പറഞ്ഞത്, വാട്ട് ഈസ് ജീവൻ? കോൺഷ്യസ് എനർജി. കോൺഷ്യസ് എനർജി വെറുതെ ഷോക്ക് അടിപ്പിച്ചാൽ പോരാ, കോൺഷ്യസ്നെസ് വേണം. ബോധമുള്ള ഊർജം, അതാണ് ജീവൻ. അതൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ആരുണ്ടാക്കും? ഈ ബോധമുള്ള ഊർജം ഓൾറെഡി ഉണ്ടല്ലോ. അതെങ്ങനെ ഇനി ഒരെണ്ണത്തിന് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഉണ്ട്. അത് വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുകയുള്ളൂ. ഈ മനസ്സ് വിചാരിക്കുന്നത് അത് അങ്ങോട്ട് കയറി ഭരിക്കുന്നു. ഈ മനസ്സ്, ഈ ബോധമുള്ള ഊർജം ഉണ്ടാക്കിയ ഒരു ശരീരം ഇല്ലെങ്കിലും മനസ്സില്ല. ശരീരം മനസ്സ് ദേ ആർ എ കോംബോ. അതുകൊണ്ട് ശരീരവും മനസ്സും എന്നല്ല, ശരീര മനസ്സ്. ബിക്കോസ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് ഹാർഡ്വെയർ കൊണ്ട് ഗുണമില്ല. രണ്ടും ടുഗദർ വേണം. അപ്പോൾ ഇതിനെയൊക്കെ ചലിപ്പിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ഞാൻ, അല്ലെങ്കിൽ ജീവൻ, അല്ലെങ്കിൽ പ്രാണൻ, അല്ലെങ്കിൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ബോധമുള്ള ഊർജം. ആ ബോധമുള്ള ഊർജമാണ് ഈ ശരീര മനസ്സിനെ, ആ ബോധമുള്ള ഊർജത്തിനെ പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യും. പക്ഷെ പുതിയൊരു സാധനമൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അതിൻ്റെ തന്നെ എന്താ പറയുക, അസ്തിത്വം എന്നാണോ വാക്ക്? അസ്തിത്വം. അതിന്റെ തന്നെ അസ്തിത്വത്തിനെ പ്രൂവ് ചെയ്യുന്നു നമ്മളിലൂടെ. ഉള്ളതിനെ പ്രൂവ് ചെയ്യുന്നു നമ്മളിലൂടെ. എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ആര് ക്രിയേറ്റ് ചെയ്യും? അത് ഓൾറെഡി എല്ലാം ഉള്ളതിനെ കണ്ടുപിടിക്കുന്നു, ഉള്ളതിനെ പ്രൂവ് ചെയ്യുന്നു, തെളിയിക്കുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് തെളിവാണല്ലോ വലിയ കാര്യം. അപ്പോൾ തെളിയിച്ചു എന്ന് പറഞ്ഞ് തെളിയിക്കുകയാണ്. ആ മനസ്സിനെ വരെ, ഈ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പോലും ചലിപ്പിക്കുന്നത് അയാളുടെ ഉള്ളിലെ ജീവനാണ്. എന്നിട്ട് അയാൾ ജീവൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ നിൽക്കുകയാണ്. വെരി ഗുഡ്. ജീവൻ പ്രൊമോട്ട് ചെയ്യും. കമോൺ, കുറച്ചുകൂടെ ആഞ്ഞ് പരിശ്രമിക്കുക എന്ന് പറയും. അത്രയേ ഉള്ളൂ. പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം ഈ ജീവൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? ജീവൻ ഈ ശരീര മനസ്സിനെ വിട്ട് പോകുന്നതാണ് മരണം. എങ്ങോട്ട് ഇപ്പം പോകുന്നു എന്ന് പറയുമ്പോൾ എവിടെ പോകുന്നു? ഇതാ ഇവിടെ പോകുന്നു. ഇപ്പം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? കുറച്ച് നേരം മൂക്കും വായ അങ്ങ് പൊത്തിയാൽ അപ്പം തന്നെ മരിക്കും. വിതിൻ 2 minutes മരിക്കും. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ശരീര മനസ്സ്. കുറേ നേരം എന്നോട് ചോദ്യം ചോദിക്കുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, ഞാൻ കഴുത്തിൽ പിടിച്ച് അങ്ങ് അമക്കിയാൽ ചത്തുപോകും. എന്തുകൊണ്ട്? ശ്വാസം കിട്ടിയില്ല. അതാ ഇവിടെ തന്നെ, ഇവിടെയുള്ള ഈ ശ്വാസമല്ലേ വലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. ഇവിടേക്ക് തന്നെ തിരിച്ചു പോകും. ഇതിൻ്റെ ഉള്ളിലോട്ട് പോവില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചത്തു എന്ന് പറയും. ഇത് മരണം. അതിനെ കുഴിച്ചിട്ടു, എവിടെ തിരിച്ച് പ്രകൃതിയിലോട്ട് പോയി, മണ്ണായി.
അല്ലെങ്കിൽ ചാരമായി എന്തോ ആയി, അത്രയേ ഉള്ളൂ. ഈ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതിനെ പറ്റിയൊക്കെ എന്താണ് ഒരു നിയർ കാഴ്ചപ്പാട്? ഡെത്ത് എക്സ്പീരിയൻസ് ലൈഫ് മനസ്സിന് കൊടുക്കുന്ന ഒരു ഷോക്കാണ്, ഒരു ബോൾട്ട് ഓഫ് ഷോക്ക്. എന്നിട്ട് അതോടുകൂടെ കംപ്ലീറ്റ്ലി മാറും മനസ്സ്. എല്ലാ ND പേഷ്യൻസിനും അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ഷിഫ്റ്റാണ്. എന്താ അവർ ചെറുതായിട്ടൊന്ന് കണ്ടു, ആ കാഴ്ച എല്ലാ കാഴ്ചകളും ഒരു ആകത്തുക സെയിം ആണ് ഇവർ പറയുന്ന കാഴ്ചകളെല്ലാം. കുറെ ലൈറ്റും ഇതും അവരുടെ ഇഷ്ട ദൈവത്തിനെ കണ്ടു. മനസ്സാണ് ശാന്തമായി പൊക്കോണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ ശാന്തമാവും. പക്ഷെ അതൊക്കെ അപ്പോഴും മനസ്സിൻ്റെ പ്രൊജക്ഷൻസ് ആണ്. കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവരുടെ തന്നെ കുറേ വീഡിയോസ് കണ്ടാൽ നമ്മൾ അത് തന്നെ കാണും. ബിക്കോസ് മറ്റേ സൈഡ് കാണാൻ പറ്റില്ല, ബിക്കോസ് അപ്പോഴേക്കും മരിച്ചു പോകും, പിന്നെ തിരിച്ചു വരവില്ല. ആ അറ്റം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു അറ്റം കാണുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇത്ര സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരണം, അല്ലെങ്കിൽ പോയി ശരീരം വിട്ടുപോകും. അപ്പോൾ ഈ മെഡിറ്റേഷൻ ടെക്നിക്സിൽ ഔട്ട് ഓഫ് ബോഡി മെഡിറ്റേഷൻസ്, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ത്രെറ്റ് എപ്പോഴും ഉണ്ട്, മരണം എപ്പോഴും സംഭവിക്കാം. ഈ ആസ്ട്രൽ പ്രൊജക്ഷനിലൊക്കെ എല്ലാം വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അനുഭവിക്കാം. ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ ചോദ്യം ചെയ്യണം, നമ്മൾ അനുഭവിക്കണം, നമ്മൾ അനുഭവിച്ചറിയണം. പിന്നെ അത് നമ്മുടെ അറിവായി, വിശ്വാസമല്ല. ഒന്നിലും വിശ്വസിക്കരുത്. എന്തിനു വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ചോദിച്ചും അറിഞ്ഞും കൊണ്ടും പഠിച്ചും അനുഭവിച്ച് വേണം അറിയാൻ. ലൈഫ് അതിനാണല്ലോ ഒരു ശരീര മനസ്സെടുക്കുന്നത്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എങ്ങനെയാണല്ലോ അറിഞ്ഞത്, എങ്ങനെയാണ് ശരിക്കും അത് അറിഞ്ഞിട്ടുണ്ട്? ഇതെല്ലാം ഈ പറയുന്ന വിഗ്യാൻ ഭൈരവ് തന്ത്രയിൽ 112 ടെക്നിക്കിൽ ഓഷോ എഴുതിയ ബുക്കല്ല അത്. വിഗ്യാൻ ഭൈരവ് തന്ത്ര ഒരു പുരാണമാണ്. 5000 വർഷം നമുക്ക് പറയാൻ പറ്റില്ല, വർഷങ്ങളൊന്നും നമ്മൾ പറയുന്നതാണ്. ഒരു വളരെ പ്രീ ഹിസ്റ്റോറിക്കൽ സാധനം പോലെയാണ്. അതെ, ആ ബുക്കാണ് എന്നോട് വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് ഓഷോൻ്റെ ട്രാൻസ്ലേഷൻസ് ആണ്, ബിക്കോസ് നമുക്കൊന്നും സംസ്കൃതം വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അത് പല ഗുരുക്കന്മാരും അതിനെ ലഘൂകരിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ആക്ച്വലി പറഞ്ഞാൽ എന്താണ്? ജീവനാണ്. എല്ലാവർക്കും ജീവനുണ്ടല്ലോ, മനസ്സിലായില്ലേ? പൊയ്ക്കോ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ഈ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഡിസ്കോഴ്സസ്, അതാണ് ആ ബുക്കിലൊക്കെ ഉള്ളത്, എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷേ ആക്ച്വലി വിഗ്യാൻ ഭൈരവ് തന്ത്ര എന്ന് പറയുന്നത് 112 ടെക്നിക്കാണ്, താന്ത്രിക് ടെക്നിക്സാണ്. നമ്മളതിൽ ഏത് ചെയ്താലും വേറൊരു വശം നമ്മൾ അനുഭവിച്ചറിയും. വളരെ ഡിഫിക്കൽട്ട് ടെക്സ്റ്റാണ് ഇത് ചെയ്യാൻ, വളരെ ഡിഫിക്കൽട്ടാണ്. 112 ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഫുൾ വായിച്ചിട്ടുണ്ട്. വായിക്കാനുള്ള ബുക്കല്ല, ചെയ്യാനുള്ള ബുക്കാണ്. എനിക്ക് 2.5 കൊല്ലം എടുത്തു ആ ഒരു ബുക്ക് തീർക്കാൻ, വേറെ ഒരു പണിയും ചെയ്യാതെ. എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന സമയം അല്ലാത്ത എല്ലാ മിനിറ്റും ഈ ബുക്കിലായിരുന്നു ഞാൻ. ലാലേട്ടനെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചിട്ടില്ല. ഈ മലയാള ബുക്കിന്റെ ഫോർവേഡ് എഴുതിയത് ലാലേട്ടൻ. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു എന്താ പറയുക, അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് വളരെ ഇൻട്രസ്റ്റ് ഉള്ള. ഇപ്പോൾ ഈ ഇടയായിട്ട് കുറേയും കൂടെ പുതിയ ഇന്റർവ്യൂസും കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്ത് തുടങ്ങി. ബിക്കോസ് ഇതെന്താ മിക്കവരും ഇത് ഷെയർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്. എന്തിനാ വേറൊരാളെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായി. ഈ ഇപ്പം ഇത്രയും ജീവനിലും അല്ലെങ്കിൽ ദൈവം ഇതിലൊക്കെ ഒരു ഉത്തരം കാണുന്ന അലേന ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം കോടിക്കണക്കിന് ദൈവങ്ങളുടെ പേരുകളും അത്രയും ദൈവങ്ങളും അതുപോലെ തന്നെ എവിടെ തിരിഞ്ഞാലും അമ്പലങ്ങൾ, പള്ളികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഒരു മരണാനന്തര ചടങ്ങുകളിൽ, ക്രിയകളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നിലും വിശ്വാസമല്ല. അതായത് റിലിജ്യൻ ഒരു ലെവൽ വരെ മെച്യൂരിറ്റിയുള്ള സോൾസിന് ഒരു ആശ്രയമാണ്. അവർക്കത് ആവശ്യമാണ്. അത് ആ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്യുവർ സ്പിരിച്വാലിറ്റിയിലേക്ക് ദൈവത്തിനെ നേരിട്ട് എനിക്കറിയണം, എനിക്ക് വേറൊരു ചടങ്ങുകളൊന്നുമല്ല, നേരിട്ട് അറിയണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുവരെ റിലിജ്യനാണ്. റിലിജ്യൻ ആവശ്യമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്കതൊരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ആശ്രയമാണ്, ഒരു ചിട്ട കൊടുക്കുന്നു, മാർഗദർശനം കൊടുക്കുന്നു ലൈഫിൽ. ഒരുപാട് ഗുണമുണ്ടല്ലോ പലർക്കും അവരുടെ റിലിജ്യനിൽ നിന്നും. അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഈ ഇതിൽ വിശ്വസിക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ഒരു സംഭവമാണത്.
ഈ വിശ്വാസം പോരാ, എനിക്ക് അനുഭവിച്ചറിയണം എന്ന് പറയുന്നവരാണ് സ്പിരിച്വൽ. ഓക്കെ. വിശ്വാസത്തിൻ്റെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ റിലിജ്യൻ വരെ എത്തി നിൽക്കും. അതിനും മുകളിൽ വളർന്നു പോകുന്ന സോൾസാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത്. മനസ്സിലായി. അപ്പോൾ ഞാൻ ആ കാലഘട്ടം കഴിഞ്ഞ ഒരാളാണ് എന്തായാലും ഏതോ ഒരു ജന്മത്തിൽ. ബിക്കോസ് ഈ ജന്മത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ജനിക്കുമ്പോൾ ഞാൻ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള റിലിജ്യൻസ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്കാണ് വരുന്നത്. ബിക്കോസ് നമുക്കത് കഴിഞ്ഞു. ഈ ഇപ്പം ഇത്രയും ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉള്ള വ്യക്തി ഞാൻ പറയും, ഇപ്പം ആദി ശങ്കരാചാര്യ അങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകൾ നമ്മൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാനുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം ജീവിച്ചിരുന്ന സത്യസായി ബാബയാണെങ്കിലും മാതാ അമൃതാനന്ദ, അവരൊക്കെ ഗുരുക്കന്മാർ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ രണ്ട് ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഇവർക്കെതിരെയും പറയുന്ന ആളുകളുണ്ട്, ഇവർക്ക് അനുകൂലിച്ചും പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ജീസസ് ക്രൈസ്റ്റ് പോലുള്ള, ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലുള്ള, മുഹമ്മദ് നബി പോലുള്ള ആളുകളൊക്കെ അവർ മനുഷ്യരായിരുന്നുവെന്നും ഇപ്പം ഇതുപോലെയുള്ളൊരു ബോധോദയം വന്നതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ഒരു വലിയ സമൂഹം ഉണ്ടായി. അങ്ങനെയാണ് ഈ കാസ്റ്റ് റിലീജിയനൊക്കെ ഉണ്ടായെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം ഇന്ന് ഇപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ച് വൈഡായിട്ട് ആൾക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യാനും ആൾക്കാരുണ്ട്. അന്നത് ഇല്ലാത്തത് കൊണ്ട് അവരെയൊക്കെ നമ്മൾ ഇപ്പോഴും ദൈവം. ഇപ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള വിവരം ഉണ്ടായി? കുറച്ചുകൂടെ സാധ്യതകൾ കൂടുതലാണ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇവരുടെയൊക്കെ അറിവ് കൊണ്ട് തന്നെ ഇവര് പറഞ്ഞപ്പോൾ അത് മിണ്ടാതിരുന്ന് കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവർക്ക് തന്നെ ഇപ്പം എനിക്ക് കുറേ അറിയാം എന്നായപ്പോഴാണ് ഈ എല്ലാത്തിനും ചോദ്യം ചെയ്യുന്ന സ്വഭാവം ചെയ്യുന്നു. പിന്നെ എന്ത് പറ്റി? ആക്ച്വലി ഇത്രയും ആൾക്കാരുടെ ബോധോദയം ഉണ്ടായില്ലേ, ഇത്രയും കൂടിയില്ലേ, ആ ടൈഡായിട്ട് കൂടിയില്ലേ, അത് ഇത്രയും ഗുരുക്കന്മാർ ഇതിനു മുമ്പ് പണിയെടുത്തതുകൊണ്ടാണ്. ആ സമയത്ത് മിണ്ടാതിരുന്ന് കേട്ടതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായത്. ആ മനസ്സിലായ ആൾക്കാർ അവരുടെ അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ നോക്കി. അവർ കുറേയും കൂടെ കാര്യങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് എന്തും അറിയാം, എല്ലാവർക്കും എന്തും അറിയാം. ഒരു നിമിഷത്തിൻ്റെ കാര്യമുള്ളൂ. ChatGPT പോയി ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഇപ്പോൾ AI കൂടെ ഉണ്ട്, സെർച്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ചോദിച്ചാൽ ഉത്തരം ടക്കുന്നു വന്നു. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയില്ലേ, ഇവിടെ ഉള്ള എല്ലാം എന്തിനും. അതാണ് ഈ ലോകത്തിലെ വിവരം എല്ലാം അറിയാം. അപ്പോൾ നമ്മളത്ര ആ ലെവലിലോട്ട് എന്തു പോയി? ജീവൻ മനുഷ്യ മനസ്സുകളെ എലിവേറ്റ് ചെയ്തു. ജീവനൊന്നും സംഭവിക്കുന്നില്ല. മനസ്സ് കുറച്ചും കൂടെയും അറിവുള്ളതായി. പക്ഷെ മനസ്സ് വളർന്നപ്പോൾ ശരീരം എല്ലാവരുടെയും പോകുന്നുണ്ട്. എല്ലാവരുടെ ശാരീരിക ബലം അല്ലെങ്കിൽ ആരോഗ്യം കുറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടം നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇനി ശരീരത്തിന് മനസ്സെത്തണടുത്ത് ശരീരം എത്തണം എന്ന് പറയുന്ന ആ ഒരു തത്വം എൻ്റെ ഗുരുവാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് അടുത്ത ബുക്കിന് വേണ്ടിയിട്ട്. ഞാനും എന്നത്തേക്കായിരിക്കും വരുന്നത് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യം ശരീരത്തിനെ കറക്റ്റാക്കി എടുക്കണം. നമുക്ക് ഒരു കാര്യം ചിന്തിക്കാൻ ഈസിയല്ലേ, നമുക്ക് ആ കാര്യം ചെയ്തെടുക്കാനാണല്ലോ പാട്. അത് പ്രാവർത്തികമാക്കിയതിന് ശേഷം എനിക്കത് ആധികാരികമായിട്ട് പറയാനും പറ്റുള്ളൂ. ചിലപ്പോൾ 10 കൊല്ലം എടുക്കുമായിരിക്കാം, 15 കൊല്ലം എടുക്കുമായിരിക്കാം, ചിലപ്പോൾ 10 മാസം എടുക്കുമായിരിക്കാം, 1 കൊല്ലം എടുക്കുമായിരിക്കാം, എനിക്കറിയില്ല. അതെൻ്റെ കയ്യിലല്ല. ഞാൻ എന്തായാലും 100% എൻ്റെ ഹാർഡ് വർക്ക് ചെയ്യും. മെന്റർ എന്ന് പറയുന്ന വ്യക്തി പറയാൻ പറ്റുമോ? എനിക്കിപ്പോൾ പറയാൻ പാടില്ല. ഇപ്പോൾ മെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ചില അറിവ് തരുന്ന ഗുരുക്കന്മാരെ ആൾക്കാർ ആൾദൈവങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പം അവർ ഭയങ്കര തട്ടിപ്പാണ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അവരെ മാറ്റിയെടുത്തപ്പെടുന്നുണ്ട്. വലിയ സമൂഹം അവരെ കൂടെ ചേർക്കുന്നു, മറ്റൊരു സമൂഹം അവർ വെറും തട്ടിപ്പാണ് എന്ന് പറയുന്ന ഇത് പറയാറുണ്ട്. ഇപ്പം ലെനയ്ക്ക് കിട്ടിയ ഒരു അറിവുകളും കാര്യങ്ങളും വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് മുകളിലും ലെന സംസാരിക്കുന്നുണ്ട്. പക്ഷെ ലെന ആ ഒരു ഇമേജിലേക്കൊന്നും ലെന മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, അതൊരു തീരുമാനമാണ്. ഓക്കെ, ഗുരു ആവണ്ട പർപ്പസ്ഫുള്ളി ഉള്ള തീരുമാനമാണ്. പർപ്പസ്ഫുള്ളി ഉള്ള തീരുമാനം എന്ന് വെച്ചാൽ അത് എൻ്റെ വിധിയിലുള്ളതല്ല. എൻ്റെ ഒരുപക്ഷെ അതൊരു ലക്ഷ്യത്തിൽ ഇപ്പം ഒരു ജന്മ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അതാണ്, എന്താണ് ജന്മ ഉദ്ദേശം എന്നൊരു സാധനം. ചിലപ്പോൾ ഒരുപക്ഷെ അത് വിദൂര ഭാവിയിൽ അതൊരു പക്ഷേ ലക്ഷ്യത്തിൽ ഉള്ള ഒരു കാര്യമായി. നമ്മളിപ്പോൾ ഈ പറയുന്ന ഗുരു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഒരുപാട് വ്യാജ ഗുരുക്കൾ കാരണം അതിൻ്റെ വാല്യൂ പോയി. അപ്പോൾ ഇനി നമ്മൾ ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല. പകരം നമ്മൾ പറയാനുള്ളത് വളരെ സിമ്പിളായിട്ട് പറയുക,
ആരെയും നമ്മുടെ ഫോളോവേഴ്സ് ആക്കാതിരിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ഫോളോവേഴ്സ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ്. നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് നിങ്ങളുടെ ചാനലിന്? ഇപ്പോൾ എല്ലാം ഫോളോയിങ്ങാണ്. അതെ. അപ്പോൾ ഈ ഫോളോയിങ്ങിൽ അർത്ഥമില്ല. നമുക്ക് ഒരാളുടെ ലൈഫിൽ ജെന്യുവൻ ആയിട്ടുള്ളൊരു മാറ്റം വരുത്താൻ പറ്റണം. മനസ്സിലായി. അതിന് നമ്മൾ ആരെയും ഗുരുവൊന്നും ആവണ്ട. സോഷ്യൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ആണെല്ലാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ളത് ഇടുന്നു, ആവശ്യമുള്ളവർ എടുക്കുന്നു, ആവശ്യമില്ലാത്ത AI എടുക്കുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ലെന ഇത്രയും അറിവുകൾ പറയുന്നു, ബുക്കുകൾ എഴുതുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ആ ഒരു സമൂഹത്തിനോട് ലെന സംവദിക്കുന്നു. എന്താണ് ലെന ഇപ്പം ഞാൻ ജീവൻ ലൈഫ് എന്നതിനപ്പുറം ഇനി വരുന്ന തലമുറകൾ ലെനയെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു മാറ്റം വേണം, അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സുകളൊന്നും വരാത്ത എന്താണ്? അവരെല്ലാവരും ഞാനല്ലേ. അവരെല്ലാവരും ജീവന് ഇഷ്ടമുള്ള പോലെ ജീവനെല്ലാം ചെയ്യും ഓരോ രൂപത്തിലൂടെ. അതിന് നമ്മൾ ഒന്നും ആരാഗ്രഹിക്കും? എൻ്റെ മനസ്സാഗ്രഹിക്കണം. എന്തിന്? എല്ലാം നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഈ ഒരു നിമിഷമേ ഉള്ളൂ. മറ്റേ ആഗ്രഹം എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? ഇതല്ലാതെ വേറൊരു നിമിഷം ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ്. എന്തോ ഒരു ഫ്യൂച്ചർ നമുക്കിപ്പോൾ ഇല്ലാത്ത, പക്ഷെ അതുണ്ടെന്ന് ഇവിടെ ഉണ്ട്, പക്ഷെ അതിലേക്ക് ഞാൻ എത്തും. ഏതും ഇല്ല, എപ്പോഴും നമ്മൾ ഈ നിമിഷത്തിൽ തന്നെ ആയിരിക്കും. ആ നിമിഷം എന്താ പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലെത്രത്തോളം നമ്മൾ ഇരിക്കാൻ പറ്റുന്നു ഈ പ്രസൻറ്റ് മൊമെൻറ്റ്. മൈൻഡ് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിൽ നിന്നുള്ള ആ കോൺസെപ്റ്റ് തന്നെ മൈൻഡ് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പീസ്ഫുള്ളാവും, ഭയങ്കര പ്രസൻറ്റാവും. ബിക്കോസ് നമ്മൾ പ്രസൻറ്റിലാണ്, നമ്മുടെ ഫുൾ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ആസ്വദിച്ച് തുടങ്ങും. ആ ആസ്വാദനമാണ് ഏറ്റവും രസകരമായിട്ടുള്ള ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. എന്ത് സംഭവിച്ചാലും നമ്മൾ ലൈഫിൽ ആ ഒരു സംഭവത്തിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സംഭവം എന്നുള്ളത്. എവറി മിനിറ്റ്, എവറി സെക്കൻഡ്. ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ. ടൈം ലാപ്സ് കാണാൻ എന്താ രസം. അതെ, അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ ലൈഫിനെ തന്നെ ടൈം ലാപ്സ് പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ഈ നിമിഷത്തിലിരുന്നാൽ. പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ ഇരിക്കുന്നു. നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ അറിയാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു വഴി പറഞ്ഞുതരാം എല്ലാവർക്കും വേണ്ടി. നിങ്ങളുടെ ശരീരം എവിടെയാണോ അതാണ് പ്രസൻറ്റ് മൊമെൻറ്റ്. നിങ്ങളുടെ ശരീരത്തിന് പ്രസൻറ്റ് മൊമെൻറ്റിലേ ഇരിക്കാൻ പറ്റൂ. മനസ്സിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും, പുറകോട്ടും മുമ്പോട്ടില്ല. വെറുതെ മനസ്സ് കിടന്ന് ഇത് എന്താ പറയുക, പെടയാണ്. എനിക്കൊരു മുമ്പോട്ട് പുറകോട്ട് നമുക്ക് പിന്നെയും പോകാൻ പറ്റില്ല, എവിടെയും പോകാൻ പറ്റില്ല. മനസ്സുകൊണ്ട് പോകാൻ പാടില്ല. ഇല്ല, അത് മനസ്സ് പോകുന്നതല്ല, മനസ്സ് ക്രിയേറ്റ് ചെയ്യണം ആ മൊമെൻറ്റിൽ. എത്ര പ്രാവശ്യം ആൾക്കാരുടെ മെമ്മറീസിനെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നറിയോ? CCTV ക്യാമറ ഫുട്ടേജ് കാണിച്ചാൽ അവർ പറഞ്ഞതൊന്നുമല്ല നടന്നത്. മെമ്മറി മാറിപ്പോവും. നമ്മൾ പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്യില്ലേ, നിങ്ങൾ കണ്ടതാണോ, അത് അയാൾക്ക് താടി ഉണ്ടായിരുന്നോ? താടി ഉണ്ടായിരുന്നു. കണ്ണട ഉണ്ടായിരുന്നു. പിന്നെ പോയി നോക്കുമ്പോൾ അയാൾക്ക് താടിയുമില്ല, കണ്ണടയും ഇല്ല. ഇയാൾക്ക് തോന്നിയതാണ്, അയാളുടെ മെമ്മറിയിലുണ്ട്. നമ്മൾ തർക്കിക്കില്ലേ നമ്മുടെ ഫ്രണ്ട്സായിട്ട്, ഇവിടെ നിന്നുള്ള റൈറ്റാണ് ആ വഴി, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ, എന്നിട്ട് അവിടെ പോകുമ്പോൾ ഏത് റൈറ്റേ അല്ല, നേരെ പോയിട്ട് ലെഫ്റ്റാണ്. നമ്മുടെ മെമ്മറിയിലാണത്. മെമ്മറി ഒരു വളരെ വേസ്റ്റ് സാധനമാണ്. വേസ്റ്റാണ് മെമ്മറി. നമ്മളെ തന്നെ ഫൂൾ ചെയ്യുന്ന പല പരിപാടികളാണ് മെമ്മറി. ബിക്കോസ് നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയോ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൊരു സിനിമ കണ്ടു, ആ സിനിമയുടെ സാധനം കൂടെ ഇതുമായിട്ട് കൂട്ടിക്കുഴഞ്ഞ് നമ്മുടെ മെമ്മറി കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ മൈൻഡ് കൺഫ്യൂഷൻ്റെ ഒരു കലവറയാണ്. അതിനെ നിയന്ത്രിക്കാൻ ഒരു വഴിയുള്ളൂ, ശരീരം ഇരിക്കുന്നിടത്ത് അതിനെ ഇരുത്തുക. അപ്പോൾ ചുപ്രഹോ എന്ന് പറയാം മനസ്സിനോട്, ഇതാണ് സത്യം, ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. നീ ബാക്കി പറയുന്നതൊക്കെ നിൻ്റെ ഓരോ വിനോദങ്ങൾ, ബോറടിക്കുന്നതുകൊണ്ട് മനസ്സ് ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നു എന്ന് മനസ്സിനോട് പറഞ്ഞാൽ നിൻ്റെ ഈ കളി തമാശ ഓക്കെ, ഇടയ്ക്ക് രസമാണ്. വെറുതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഞാൻ അയവർക്കുകയാണ്, എന്ത് വെറുതെ എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ, പക്ഷെ അത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ഇതിൽ പിന്നെ ആൾക്കാരായിട്ട് തർക്കിക്കാനും തല്ലൂടാൻ നിൽക്കരുത്. അയവർത്തപ്പോൾ അവിടെ ഇതുണ്ട്, ഒരു കൊട്ടാരമുണ്ട്, കൊട്ടാരത്തിന്റെ സൈഡിൽ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തയാ പോകുന്നത്. നമ്മൾ ഡേ ഡ്രീം ചെയ്യില്ലേ, വെറുതെ ഇരുന്നിട്ട് ഫ്യൂച്ചർ എന്താ ഞാൻ എന്നിട്ട് ബെൻസ് കാറിൽ ഇറങ്ങി അവിടെ പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ, ചെയ്തോട്ടെ. അത് പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അത് ശരിക്കും ഉള്ളതല്ല. നിങ്ങളുടെ മനസ്സ് വെറുതെ ഇമാജിൻ ചെയ്യാണ്. ഇപ്പോൾ AI എന്താ ചെയ്യുന്നത്?
ഇമാജിനേഷനാണ്. പലപ്പോഴും അതിന് ഇമാജിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പലപ്പോഴും ചെയ്യുന്ന ഇമാജിനേഷനാണ്. മിക്ക സാധനങ്ങളും വെറുതെ നെറ്റിൽ നിന്ന് തപ്പിയെടുത്ത് തരും. അതല്ലാതെ ഇത് ഇമാജിൻ ചെയ്യും വെറുതെ ഒരു. എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് ശരിക്കും ഉള്ളതാണോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ ബുക്കിലെ ഒരു കാര്യം ChatGPT-യോട് ചോദിച്ചു. ഒരു സിനാരിയോ അങ്ങ് പറഞ്ഞു. യെസ്, ദാറ്റ് ഡേ വെൻ യു വർ സ്റ്റാൻഡിങ് അറ്റ് ദി ICU വെൻ യുവർ ഫാദർ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സാധനമേ എൻ്റെ ബുക്കിലില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ല സോറിന്ന് ഇമ്മീഡിയറ്റ്ലി സോറി മൈ ബാഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇപ്പോൾ പറഞ്ഞപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു AI-നോട്. അപ്പോൾ അത് പറയാ ഐ ഗോട്ട് കൺഫ്യൂസ്ഡ് റിഗാർഡിങ് യുവർ ബുക്ക് എന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ വളരെ വെൽ അണ്ടർസ്റ്റുഡ് സാധനമാണ്. AI ഇമാജിൻസ്, അതാണ് അതിൻ്റെ കപ്പാസിറ്റി. അത് മൈൻഡായിക്കൊണ്ടിരിക്കുകയാണ്. മൈൻഡാവാൻ പറ്റും, പ്രാണനാവാൻ പറ്റില്ല, ജീവനാവാൻ പറ്റില്ല. ശരിക്കും ഡേഞ്ചർ അല്ലേ എന്ന് പറഞ്ഞാൽ? ഭയങ്കര. നമ്മുടെ മനസ്സിൻ്റെ എത്ര ഡേഞ്ചറസ് ആണോ അത്ര തന്നെ ഡേഞ്ചറസ് ആണ്. ഇത് പറയുമ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് ഓർത്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നെയാണ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത്. അത് ഒരുപാട് വൈറലായ, ട്രോൾ ചെയ്യപ്പെടുകയും ഡിബേറ്റ്സ് ഒക്കെ വന്നാണ് ആ ഇൻ്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് കുറച്ചൊരു 6 മാസം മുമ്പ് ഞാൻ ഞങ്ങളിങ്ങനെ സംസാരിച്ച സമയത്ത് അജു പറഞ്ഞു, ഞാനിങ്ങനെ വന്ന വഴിക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നത്, നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇത് നിങ്ങൾക്കതൊരു പുതിയ കാര്യമായിരിക്കും, പക്ഷെ സാജൻ ബേക്കറിയൊക്കെ ചെയ്യുന്ന സമയത്തും ആളിതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടത്. അതുകൊണ്ട് എനിക്കിതൊരു പുതുമയുള്ള കാര്യമല്ല, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സാജൻ എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം ഈ യോഗിയുടെ ആത്മാവ് പോലുള്ള ബുക്സൊക്കെ വായിച്ചാൽ നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ എന്നാ പറയുന്നത് 100% ശരിയാണ് ബ്രോ. ഞാൻ പറയുന്നത് ഒരുപാട് പേര് കണക്ട് ആയിട്ട് എനിക്ക് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് ഇന്റർവ്യൂവിന് ശേഷം. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എൻ്റെ കാഴ്ചപ്പാടും അവരുടെ കാഴ്ചപ്പാടും സിമിലർ ആണ്, അത്രേ ഉള്ളൂ. അതേ കാഴ്ചപ്പാടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം. ബാക്കിയുള്ളവർക്ക് ഇത് കുറച്ചു നേരം കാണുമ്പോൾ ഇതെന്താ ഇത്, അപ്പോൾ അവർ നോക്കിയാൽ മതി. അവരും ഞാനും തമ്മിൽ ഒരു സാമ്യം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? ആ സാമ്യം ഇല്ലാത്ത ആ മറ്റേ വിഭാഗം ആൾക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് ഉടനെ ഇത് എന്തോ ഒരു പ്രശ്നമാണ്, ഇത് വട്ടാണ്, ഇത് അതാണ് എന്നൊക്കെ അവർക്ക് തന്നെ പറയണം. വട്ടാണെന്ന് പറയണം. എന്തുകൊണ്ടാണ്? എന്നാലും അവരുടെ മനസ്സിനൊരു സമാധാനം കിട്ടും. ബിക്കോസ് അവരത് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സത് തേടിക്കൊണ്ടിരിക്കും. അവരുടെ മനസ്സിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തോ ഉണ്ടല്ലോ, അവർ പറഞ്ഞത് എന്താണ് എന്ന് ചിക്കി ചെയ്യാൻ പോയാൽ അവർക്ക് മറ്റേ വരും, 7 വൈസ് വരും. അപ്പോൾ കരയും. നമ്മൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം അയ്യേ മാസ്ക്സ് ആണ് എന്ന് വെച്ചാൽ ആ പറഞ്ഞതിൽ നമ്മൾ ഫ്രീ ആയി, അവർക്ക് വട്ടാണ്. പക്ഷെ അത് ആർക്ക് പോയി? അവർക്ക് പോയി, അത്രേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത് ഇതെല്ലാവർക്കുള്ളതല്ല. ആർക്കുള്ളതാണോ അവരെടുത്തോളും, ആർക്കുള്ളതല്ലേ അവർ വിട്ടുപോക്കോളും. ഒരു ടെൻഷനുള്ള കാര്യമല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ഈ എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഈ ലോകത്തുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ എത്തേണ്ട സമയത്ത് അത് എത്തുള്ളൂ. അറിവ് നമുക്ക് മനസ്സിലാവേണ്ട സമയത്ത് ആ അറിവ് വരുള്ളൂ. അറിവല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്, ഇൻ്റർനെറ്റിലെല്ലാം ഉണ്ട് ഓൾമോസ്റ്റ്. വെറുതെ ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്, നമ്മുടെ അടുത്ത് എത്തില്ല. നമ്മൾ റെഡി ആയിരിക്കുമ്പോൾ എത്തും. When the student is ready, the master appears എന്ന് പറയുന്നത്. അതാണ് ആ മൊമെന്റ്. അപ്പോൾ അത് മനസ്സിലാവാത്തവരോടും നമുക്ക് ദേഷ്യമില്ല, സഹാനുഭൂതിയോ ഒന്നുമില്ല. അവരവരുടെ ലൈഫ് ജീവിക്കുന്നു. അത് വേറൊരു തലം, വേറെ ലോകം. നമുക്ക് ആ ലോകമായിട്ട് ബന്ധമില്ല, ആ ലോകത്തിന് നമ്മുടെ ലോകമായിട്ട് ബന്ധമില്ല. അത്രയല്ലേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടു കൂടി ലൈഫ് മുമ്പോട്ട് പോകട്ടെ, എല്ലാം ഗംഭീരമാകട്ടെ. അടുത്ത ബുക്കിന് ഞാനും. All the very best. Thank you. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ലവ് ആൻഡ് റിവഞ്ച്, ഇതാണ് തീം. നീ നല്ല മനുഷ്യനാ ടോമി.